الله أكبر كل هم ينجلي عن قلب كل مكبر ومهلل. അസ്സലാമലൈക്കും. ഈദ് മുബാറക് ഖൈർ മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അപ്പൊ ഇന്ന് പെരുന്നാളാണ്. നമ്മളിവിടെ ചൈനയില് യമനി പള്ളിയും പാകിസ്ഥാനി പള്ളിയും ഉണ്ട്. ഞാൻ കുറെ വീഡിയോകളിലത് പറഞ്ഞിട്ടുണ്ട്. തലേന്ന് തന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് പുറത്ത് ലേക്കില് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടലാണ്. അപ്പൊ നമ്മളുടെ പാട്ട് ഞങ്ങളെ ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തില്ലെങ്കിൽ തുലിപ്സ് ഒക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ട് നല്ലൊരു ക്ലൈമറ്റിൽ ഭക്ഷണമൊക്കെ കഴിക്കാം. ഒരു ചെറിയൊരു മഴക്കോള് അങ്ങനെ കാണുന്നുണ്ട്. അതായത് മുസ്ലിംസും നോൺ മുസ്ലിംസും ഉണ്ടാകും. പിന്നെ അതുപോലെ ഇന്ത്യക്കാരിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ടാവും. ചൈനീസുകാരുണ്ടാകും, നോർത്ത് ഇന്ത്യൻസും ബംഗാളികളും എല്ലാവരും കാണും കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ എന്തോ അങ്ങനെ തന്നെയാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ കൂടി ഇപ്രാവശ്യം കാണിച്ചു തരാം. ഇപ്പോഴത്തെ പുറത്തുള്ള ക്ലൈമറ്റ് ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ തെളിഞ്ഞായിരുന്നേ. അപ്പോൾ ഒരു മഴക്കാറ് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി ദം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചോറും മസാലയും തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദമ്മിടുന്ന പരിപാടിയിലോട്ടാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ റെഡിയാക്കുന്നത് 25 പേർക്കുള്ള ചോറാണ്. അപ്പോൾ അരിയും പിന്നെ മസാലയും ഒക്കെ ഉമ്മ ദമ്മിടുവാണ് കേട്ടോ. ചോറ് ഞാൻ വെച്ചു. പിന്നെ മസാലകൾക്കുള്ള എല്ലാം റെഡിയാക്കി കൊടുത്ത് ബാക്കി മസാല ചേർത്തതും ഇപ്പോൾ ദമ്മിടുന്നതൊക്കെ ഉമ്മയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ കൊണ്ടുപോയ ബിരിയാണി. ഇതുപോലെ 2 കൂട്ടർ കൂടി റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് തികയും ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ പുളിങ്കറി, അച്ചാർ അങ്ങനെയൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുവേ. ചൈനയുടെ ഉള്ളിലെ ഒരു മുസ്ലിം പള്ളിയുടെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് അത്യാവശ്യം ഒരു കുഞ്ഞു പള്ളിയാണ്. എന്നാലും ആവശ്യത്തിന് ആൾക്കാർക്ക് നമസ്കരിക്കാനും വേണ്ട സൗകര്യങ്ങളൊക്കെ ആ പള്ളിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു യമനി പള്ളിയാണ് കേട്ടോ. ഇതുപോലെ പാകിസ്ഥാനി പള്ളി, അഫ്ഗാനി പള്ളി ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ തൊട്ടടുത്ത് ഇതുപോലെ യമനി പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഈ യമനി പള്ളിയിലാണ് കേട്ടോ പോവാറ്. പുറത്തുനിന്നുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഉള്ള നമസ്കരിക്കാനോ അതിന് വേണ്ട സൗകര്യങ്ങളോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര വർഗീയതയാണെന്നോ അങ്ങനത്തെ യാതൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. الله أكبر كل هم ينجلي عن قلب كل مكبر ومهلل. ലോകത്തെ പല ഭാഗത്തു നിന്നുള്ള മുസ്ലിങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അഫ്ഗാനികളും അവരാണ് ഇവിടെ നമ്മളുടെ അടുത്ത് കൂടുതൽ, യമനികളും തുർക്കികളും കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മൾ ഈ കെച്ചാവോയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഫോറിനേഴ്സ്. അപ്പോൾ അവർ അത്യാവശ്യം കൂടുതൽ പള്ളിയിൽ കാണും. എന്നാൽ പോലും വളരെ കുറച്ച് പേര് വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും മൊറോക്കോ അതുപോലെ സുഡാൻ അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേര് വെച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുത്തുബ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാവരും കേട്ടിരിക്കുകയാണ്. അറബിയിലാണ് കംപ്ലീറ്റ് കുത്തുബയും പറയുന്നത്. മോസ്റ്റ്ലി അതായത് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇപ്പോൾ അഫ്ഗാനികളായിക്കോട്ടെ പാകിസ്ഥാനികളായിക്കോട്ടെ അവർക്കൊക്കെ ഓൾമോസ്റ്റ് അറബി നല്ലപോലെ കൈകാര്യം ചെയ്യാനറിയാം. ഇന്ത്യക്കാർക്കും ഓൾമോസ്റ്റ് നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഒരുമാതിരിപ്പെട്ടറിയാം. എന്നാൽ അറിയില്ലെങ്കിൽ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കുത്തുബ മനസ്സിലാക്കുന്നത്. പെരുന്നാൾ നമസ്കാരം കുത്തുബയും കഴിഞ്ഞതിന് ശേഷമുള്ള പിരിയലാണ് കേട്ടോ ഇത്. ആർക്കും അങ്ങോട്ടും പരിചയം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മളുടെ പിരിയൽ ഇങ്ങനെയാണ്. പള്ളിയിൽ നിന്ന് അവർ വരുമ്പോൾ ഭക്ഷണം കൂടി കഴിച്ചിട്ടാട്ടോ വരാം രാവിലത്തെ. അപ്പോൾ വരുമ്പോഴേക്കും നമ്മളെല്ലാം റെഡിയായി ഒരുങ്ങി. ഞാൻ തിരക്കിട്ടാട്ടോ ഒരുങ്ങിയത്. കുറേ നേരം മടി പിടിച്ചിരുന്നിട്ട് തന്നെയാണ്, വേറൊന്നുമല്ല, ടൈമൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ ഒക്കേഷൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഇത് ആഘോഷിക്കാൻ പോകുന്നതുമായിട്ടുള്ള സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്ക് വിൻ്റർ മാറി തന്നെ ഉള്ളൂ,
ഇലകളൊക്കെ വന്ന് കുറച്ചുകൂടി ഭംഗിയാവും. പക്ഷെ എന്നാൽ പോലും കുറച്ച് പച്ചപ്പൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. ലേക്കിൻ്റെ സൈഡും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും നിന്നും ഇരുന്നും ഒക്കെ ഫുഡ് കഴിക്കുകയാണ്. ചൈനീസുകാരും നോൺ മുസ്ലിംസും നമ്മൾ മുസ്ലിങ്ങളും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഭയങ്കര ഒരു ഫീല് തന്നെയല്ലേ ശരിക്കും. ചൈന മല്ലു വ്ളോഗിൽ ഷീജേച്ചിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഷീജേച്ചിക്ക് ഒരു ടാറ്റയായിട്ടോ അവൾ പറഞ്ഞിട്ട് പോയത്. എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് ഷീജേച്ചി ഇപ്രാവശ്യം നമ്മുടെ ഒപ്പം ഇല്ല, ഈദ് കൂടെ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫുഡ് ഐറ്റംസൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും. പിന്നെ വേറെ 2 കൂട്ടരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് മട്ടൻ കറി, 2 തരം ബിരിയാണി, ചിക്കൻ്റെ ബിരിയാണി തന്നെയാണ്. പിന്നെ അച്ചാറും പുളിയും. പിന്നെ എല്ലാവരും ഫുഡ് വാങ്ങിക്കുന്ന തിരക്കിലായിട്ടോ. ഓൾമോസ്റ്റ് 2 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതുപോലെ വിശന്നായിരുന്നു. എല്ലാവരും ഫുഡ് വാങ്ങിക്കാൻ കഴിക്കാനൊക്കെ തിരക്കിലാണ്. ഇപ്പം നിലവിൽ ചിക്കൻ ബിരിയാണിയും മട്ടൻ കറിയും റൊട്ടിയും മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ വരാൻ കുറച്ച് വൈകിയായിരുന്നു. Is it good? Yes. Which dish you made? Oh. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതുണ്ട്. താങ്ക് യു. ഇവിടെ ഈദിന് വന്ന ചൈനീസുകാരും അതുപോലെ നമുക്കറിയുന്ന കുറേ ഗ്രൂപ്പും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ അമ്മച്ചിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ നമ്മളുടെ ഫുഡിനെ പറ്റി നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവരൊക്കെ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ എല്ലാ പ്രാവശ്യവും വരാറുള്ളവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ചൈനീസുകാരാണെങ്കിൽ പോലും അവർക്ക് നമ്മളുടെ ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഫ്ലേവേഴ്സൊക്കെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവരതിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടാട്ടോ വരുന്നത് തന്നെ. ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബിരിയാണി വെക്കുന്നവരോ ഒന്നും തന്നെ അല്ലാത്തതുകൊണ്ട് ഇവരും എന്താ പറയുക ബിരിയാണി കഴിക്കണം, നല്ലതുപോലെ മീറ്റ് കഴിക്കണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവരും വരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരത് ഭയങ്കര ആസ്വദിക്കുന്നൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരാണ് ആ ബാക്കിൽ നിൽക്കുന്ന 2 പേര്. അതെൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാണ് 2 പേരും. അപ്പോൾ അവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ റഷ്യനും മറ്റാൾ മൊറോക്കോ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മളൊരു കിറ്റിലാക്കിയിട്ട് ഒരു ബ്ലാക്ക് കവറിൽ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിവിടെ തൊട്ടടുത്തുള്ള വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇട്ട് വൃത്തിയാക്കിയിട്ടായിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. ഇങ്ങനെ തന്നെ നമ്മൾ പോകില്ല. കുറേ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വൈകിയായിരുന്നു കേട്ടോ. അവരിതാ ഫുഡ് കൊണ്ട് വരുന്നുള്ളൂ കേട്ടോ. ആ വലിയ കിറ്റ് പിടിച്ചിരിക്കുന്നത് ഒരു ടീം ഫുഡ് ഏറ്റതായിരുന്നു. അപ്പോൾ അവരുടെ ഫുഡ് എത്തുന്നുള്ളൂ. അപ്പോൾ കുറേ സ്വീറ്റ്സും വേറെ കുറേ ഫുഡൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ. കുറച്ച് നിർബന്ധിച്ച് പറയിപ്പിച്ച പോലെ ഉണ്ട് അല്ലേ? പക്ഷെ അവർക്ക് ഇഷ്ടമായിട്ടോ ശരിക്കും. പിന്നെ അതിൽ പ്രിയ ചേച്ചി അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെജ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് കടലക്കറിയും റൊട്ടിയൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതാണ് കഴിച്ചത്. അവർ നൊയമ്പോ അവരുടേതായിട്ടുള്ളൊരു നോമ്പോ മറ്റുമാണ് പൊങ്കലൊക്കെ കഴിഞ്ഞിട്ട്. അവർ തമിഴാണ്. അപ്പം അവർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അവരത് കഴിച്ചു. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചിട്ടാട്ടോ അവർ പോയത്. വേസ്റ്റ് ഇടുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചതാണ്. ആ ഒരു ബ്ലാക്ക് കിറ്റിലാണ് അവിടെ ഇവിടെയൊക്കെ കിറ്റിരിക്കുന്നത് കാണുന്നില്ലേ, അതിലാണ് വേസ്റ്റ് കംപ്ലീറ്റ് ഇടുന്നത്. ആ വേസ്റ്റ് കംപ്ലീറ്റ് ആ പ്ലാസ്റ്റിക് കിറ്റേ പാടി നമ്മൾ ഈ വേസ്റ്റ് ബിന്നിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ ആയിട്ട് പോയി തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ തുലിപ്സ് ഇപ്പം നല്ലതുപോലെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. കുറേ പേര് തുലിപ്പ് കാണാനും പോയി, കുറേ പേര് ഫുഡ് കഴിഞ്ഞ് വീട്ടിലേക്കും പോയി. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. ഈ വേസ്റ്റ് ബിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ളത് ഇതാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് വൃത്തിയാക്കാൻ വരുന്നവർ അതെടുത്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മരത്തിൽ ഇപ്പോൾ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നതും ചെറിയ കാറ്റും ഈ ലേക്കും ചെറിയ തണുപ്പുള്ളൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട് നല്ല ചൂടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടൊരു മധുരവും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഈദ് ആഘോഷിക്കുന്നത്. ഇത് നമുക്ക് ഭയങ്കര സ്യൂട്ടബിളായിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല ഫോട്ടോസിന് കിട്ടുന്ന ഒരു എന്താ പറയുക നല്ല വെളിച്ചവും ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കഴിച്ച ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടോ. നമ്മൾ പിന്നെ കുറച്ച് മുസ്ലിങ്ങളും വൈകി വന്നവരും ഒക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് നിന്നായിരുന്നു.
നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ, അവരാണ് വിളമ്പുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ. അതിലൊന്നും നമ്മൾ പെണ്ണുങ്ങൾ ഇടപെടാറില്ല കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് അവർ ഫുഡ് കൊണ്ടുവന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഉഴുന്ന് വട ഉണ്ടല്ലോ, ആ വടയുടെ മാവാണ്. അതിൽ കുറച്ച് തൈരും പിന്നെ പുതിന ചമ്മന്തിയും പുളിയും മധുരമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ പായസമൊക്കെ ഓൾമോസ്റ്റ് തീർന്ന്. മട്ടൻ കറി എല്ലാം ഇനി കുറച്ച് പേർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്തു വിടും. ഇത് വെജ് കറിയായിരുന്നേ. അപ്പോൾ പുതിയതായിട്ട് വന്ന ചോറും പൊട്ടിച്ച് ഒരുമാതിരി അതും തീരാറായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പരിപാടി ഏകദേശം തീർന്നു തുടങ്ങി എന്നുള്ളതുകൊണ്ടും വൃത്തിയാക്കാൻ നമ്മൾ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടും ഞാൻ അവിടെ നിന്ന് പതുക്കെ നീങ്ങി. അതുകൊണ്ട് ക്ലീൻ ആക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ തുലിപ്സ് കാണാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ഉള്ളിൽ കൂടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ, അപ്പോൾ നമുക്ക് തുലിപ്സ് എത്തും. എങ്ങനെയാണോ നമ്മൾ വന്നപ്പോൾ ഉണ്ടായത് അതുപോലെ തന്നെ ആക്കിയിട്ടാട്ടോ നമ്മൾ പോവുള്ളൂ. നീറ്റാക്കിയിട്ട് തന്നെ നമ്മളവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. അത് അല്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ, നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര അലമ്പക്കിട്ട ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വേസ്റ്റും നമ്മളവിടെ ഇടില്ല. എല്ലാം വളരെ നീറ്റായി ക്ലീനാക്കി എല്ലാ വേസ്റ്റും കളഞ്ഞ് അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടാട്ടോ നമ്മളവിടെ നിന്ന് പോകും. ആ പുള്ളിക്കാരത്തിയുടെ ബേബി ഇവരെ ഇട്ട് കൂട്ടിടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാണ്ട് ബലൂൺ കൊടുത്തു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അവളത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ അത് പോയിട്ട് തിരിച്ചു കൊടുത്തിട്ടോ, മോശമാണല്ലോ അല്ലെങ്കിൽ. അപ്പം രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടിയേക്കുന്ന നല്ല രസമുണ്ടല്ലേ. ബേബീനെ തണുപ്പായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാട്ടോ കൊണ്ട് കിടക്കുന്നത്. ഈ ബേബികളൊക്കെ കുഞ്ഞു ഭാഗം പോലും പുറത്തൊക്കെ ഇങ്ങനെ കാണിക്കാത്ത വിധമേ. അപ്പോൾ നമ്മളുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഞാൻ ഈ തുലിപ്സ് ആദ്യമായിട്ട് കണ്ടപ്പോൾ ശരിക്കും വിചാരിച്ചത് ഇവർ ഒറിജിനലായിട്ട് പ്ലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണെന്ന് കേട്ടോ. കാരണം ഇതങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, എതളൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് നല്ല പെർഫെക്ഷനിലിരിക്കില്ലേ, അതുപോലെ മുട്ടായ പരുവം കേട്ടോ, വിരിഞ്ഞതല്ല. അപ്പോൾ എന്നിട്ട് എൻ്റെ വീട്ടിലെല്ലാവരും അന്ന് കളിയാക്കിയായിരുന്നു ഞാൻ പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞിട്ട്. അവരും കൂടെ ഇത് പ്ലാസ്റ്റിക് തന്നെയാണ് എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഷോർട്സിലിട്ടത് നമ്മൾ കയറി വരുമ്പോൾ എൻട്രിന്ന് തന്നെയുള്ള തുലിപ്സ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ഈദ് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ളിൽ കൂടെ നടന്ന് കയറിയിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ തുലിപ്സൊക്കെ അത്യാവശ്യം വിരിഞ്ഞിട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. ഇത് മുട്ടുമല്ല, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞിട്ടും ഇല്ലാത്തൊരു പരുവം ഉണ്ടല്ലോ, വിരിഞ്ഞു തുടങ്ങുന്ന, അതാണ് ഇതിന് ഏറ്റവും ഭംഗിയുള്ളൊരു ടൈം. നടക്കുന്ന വഴി കൂടിയിട്ട് രണ്ടുപേർ കുട്ടികളാണ് കേട്ടോ, അവർ സൈക്കിൾ ചവിട്ടി വന്നിട്ട് സെക്യൂരിറ്റീസ് അവരെ തിരിച്ചു വിടുന്നതാണ്. അതിലിപ്പോൾ സൈക്കിൾ ചവിട്ടി ഒന്ന് വരാനോ 2 വീലേഴ്സൊന്നും ഉപയോഗിക്കാനൊന്നും പാടില്ല. നടക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കേട്ടോ പറയുന്നത്. അങ്ങനെ ചൂടാവുന്നൊന്നുമില്ല, അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതാണ്. തിരിച്ച് വന്നോടത്തേക്ക് എന്നെ പൊക്കോളാൻ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. പിന്നെ വന്നവരെല്ലാവരും തന്നെ ഫോട്ടോയും വീഡിയോസും പലതരം പോസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഉണ്ട്. ആ സീറ്റിന് വേണ്ടി ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഓരോരുത്തർ മാറി ലാസ്റ്റ് നമുക്കത് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണ് ക്യാമറയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ ഭയങ്കര കളർഫുള്ളാണ്. നമുക്കിങ്ങനെ കണ്ണിന് ഭയങ്കര ഫില്ലിങ് തരാമെന്ന് പറയില്ല, ഇങ്ങനെ ഫുൾ ഫില്ലാവാന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ കാണുമ്പോൾ, നേരിൽ കാണുമ്പോൾ. ചുവപ്പും മഞ്ഞയും ആണ് ഇവിടെ അവർ കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈറ്റും വേറെ കളറും ഒക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മളൊരു 3 ഫാമിലിയാണ് ഇവിടെ ഒരുമിച്ച് ഇപ്പോൾ വന്നേക്കുന്നത് തുലിപ്സ് കാണാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ മാറി ആ കസേരയിലിരുന്നു നിന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ആ സമയത്തൊരു നല്ല കാറ്റും ഒക്കെ വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആ ഇല ഇങ്ങനെ പതുക്കെ ചെരിഞ്ഞിരിക്കുന്നതൊക്കെ കാണാമല്ലോ. പിന്നെ ഈ പൂക്കളും ഉച്ച തിരിഞ്ഞോടുകൂടി അത്യാവശ്യം തണുപ്പും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ ക്ലൈമറ്റ്. അപ്പോൾ കാണാനുള്ളത് അൽഹംദുലില്ലാ മാഷാ അല്ലാ, നമ്മൾ വിചാരിക്കില്ലേ എത്ര അടിപൊളിയാണ് എന്ന്, അങ്ങനെയായിരുന്നു കേട്ടോ കാഴ്ച. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇവർക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചുങ്ങളെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വലിയ കണ്ണാണ്, നമ്മുടെ സ്കിൻ കളറ്. അതുകൊണ്ട് ഇങ്ങനെ അവർ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് അവരുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണ് വലുതാണ്, നല്ല ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ അവളുടെ ഉടുപ്പൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കലും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൾ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ചെറിയ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, കാര്യത്തിലങ്ങനെ സംസാരിക്കുകയും പിടിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇങ്ങനെ ഒരു ഇതിലങ്ങോട്ട് നടക്കണമായിരുന്നു. അപ്പോൾ ഇവർ ഇപ്പോൾ ഈദ് മുബാറക്ക് എന്ന് ചൈനീസിൽ പറയാൻ പോകട്ടോ എന്ന് പറയുമെന്ന് വെച്ചപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ വേഗം തന്നെ വന്നേ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ഈദ് മുബാറക്ക് പറഞ്ഞിട്ടോ ചൈനീസ് ലാംഗ്വേജിൽ.
പോരാത്തതിന് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇവർ രണ്ടുപേരും വന്നിട്ട് എന്നെ കണ്ടപ്പോഴും പറഞ്ഞ് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പരിചയം ഉണ്ടല്ലോ എന്ന് വെച്ച്. അപ്പോൾ നമുക്കിപ്പോൾ ചൈനീസുകാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയില്ലല്ലോ, ഏതാണ്ട് എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൾ കുഞ്ഞായിരുന്നപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവരത് തപ്പി ഫോണിൽ നിന്ന് ഫോട്ടോ കാണിച്ചു തന്നു നമുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര അവർ ഓർത്ത് പിന്നെ വന്നല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ഇങ്ങോട്ട് വന്നല്ലോ, ഉമ്മയും കൂടിയിട്ട്. പിന്നെ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ ഒരു എൻഗേജ് ആയതുകൊണ്ട് ഒരു ക്ഷീണത്തിൽ ഞാൻ അവിടെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ വഴി പോയി. ഞങ്ങളും തിരിച്ചു പോവുകയാണ്. ബൈക്കിനാണ് വന്നത്. നമ്മുടെ തൊട്ടടുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറി. നമ്മളുടെ ഇപ്രാവശ്യത്തെ അൽഹംദുലില്ലാ റാഹത്തായിരുന്നു കേട്ടോ. എല്ലാം ഫുഡായിക്കോട്ടെ, എല്ലാവരും വന്നതായിക്കോട്ടെ, ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, ഫോട്ടോ എടുക്കലൊക്കെ ആയിക്കോട്ടെ, ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് ഇപ്പോൾ മനസ്സിന്. എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതെല്ലാം ഒന്ന് മാറ്റി കിടക്കണം. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയായിരുന്നേ. അതിന് ശേഷം നല്ല ക്ഷീണമുണ്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ ഈദ്. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഇത് ആഘോഷിച്ചു സന്തോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.